ഒന്ന് രാജാക്കന്മാർ അധ്യായം 13. ബഥേലിനെതിരെ പ്രവചനം. ജെറോബോവാം ധൂപാർപ്പണത്തിന് ബലിപീഠത്തിനരികെ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഒരു ദൈവപുരുഷൻ യൂദായിൽ നിന്ന് ബഥേലിൽ വന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, അല്ലയോ ബലിപീഠമേ, കർത്താവ് അരുളി ചെയ്യുന്നു, ദാവീദിൻ്റെ ഭവനത്തിൽ ജോസിയ എന്ന ഒരു പുത്രൻ ജനിക്കും. നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വച്ച് ബലിയർപ്പിക്കും. മനുഷ്യാസ്ഥികൾ നിന്റെ മേൽ ഹോമിക്കും. അന്ന് തന്നെ ഒരടയാളം കാണിച്ചുകൊണ്ട് അവൻ തുടർന്നു, കർത്താവാണ് സംസാരിച്ചത് എന്നതിൻ്റെ അടയാളം ഇതാണ്. ഇതാ, ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം ഊർന്നു വീഴും. ദൈവപുരുഷൻ ബഥേലിലെ ബലിപീഠത്തിനെതിരെ പ്രഖ്യാപിച്ചത് കേട്ട് ജെറോബോവാം പീഠത്തിനരികെ നിന്ന് കൈ നീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ അവൻ്റെ കരം മരവിച്ച് മടക്കാൻ കഴിയാതെയായി. കർത്താവിൻ്റെ കൽപ്പനയാൽ ദൈവപുരുഷൻ കൊടുത്ത അടയാളമനുസരിച്ച് ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു. രാജാവ് അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്ക് വേണ്ടി ദയവായി പ്രാർത്ഥിക്കുക. അവിടുന്ന് എൻ്റെ കരം സുഖപ്പെടുത്തട്ടെ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. രാജാവിൻ്റെ കരം പഴയപടിയായി. രാജാവ് അവനോട് പറഞ്ഞു, നീ എന്നോടുകൂടെ കൊട്ടാരത്തിൽ വന്ന് സൽക്കാരം സ്വീകരിക്കുക. ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം. അവൻ പ്രതിവചിച്ചു, നിന്റെ കൊട്ടാരത്തിൻ്റെ പകുതി തന്നാലും ഞാൻ വരികയില്ല. ഇവിടെ വച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവിനോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ ബഥേലിൽ നിന്ന് വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി. അക്കാലത്ത് ബഥേലിൽ ഒരു വൃദ്ധപ്രവാചകനുണ്ടായിരുന്നു. അവൻ്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ചെയ്ത കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞ വിവരങ്ങളും പിതാവിനെ അറിയിച്ചു. അവൻ അവരോട് ചോദിച്ചു, ഏത് വഴിക്കാണ് അവൻ പോയത്? യൂദായിൽ നിന്നുള്ള ദൈവപുരുഷൻ പോയ വഴി പുത്രന്മാർ അവന് കാട്ടിക്കൊടുത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ ജീനിയിട്ടു. അവൻ കഴുതപ്പുയർത്തു കയറി. ദൈവപുരുഷൻ പോയ വഴിയെ അവൻ തിരിച്ചു. ഒരു ഓക്ക് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവൻ ഇരിക്കുന്നത് കണ്ട് ചോദിച്ചു, അങ്ങാണോ യൂദായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ? ഞാൻ തന്നെ, അവൻ പ്രതിവചിച്ചു. അങ്ങ് എന്നോടൊപ്പം വന്ന് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് അവൻ ദൈവപുരുഷനോട് പറഞ്ഞു. അവൻ പ്രതിവചിച്ചു, എനിക്ക് അങ്ങയോടുകൂടെ വരാനോ വീട്ടിൽ കയറാനോ ഇവിടെ വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പാടില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുതെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വൃദ്ധൻ പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ്. ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക. അവൻ പറഞ്ഞത് വ്യാജമായിരുന്നു. ദൈവപുരുഷൻ അവനോടൊപ്പം വീട്ടിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ദൈവപുരുഷനെ വിളിച്ചുകൊണ്ടുവന്ന പ്രവാചകന് കർത്താവിൻ്റെ അരുൾപ്പാടുണ്ടായി. അവൻ യൂദായിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് ഉച്ചത്തിൽ പറഞ്ഞു, നീ കർത്താവിൻ്റെ വചനം ശ്രവിച്ചില്ല. കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചതുമില്ല. നീ തിരിച്ചു വരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് വെച്ച് നീ ഭക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഭക്ഷണത്തിന് ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന ദൈവപുരുഷന് വേണ്ടി കഴുതയ്ക്ക് ജീനിയിട്ടു. മാർഗമധ്യേ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു. ജഡത്തിനരികെ സിംഹവും കഴുതയും നിന്നു. വഴിപോക്കർ നിരത്തിൽ കിടക്കുന്ന ജഡം അരികിൽ നിൽക്കുന്ന സിംഹത്തെയും കണ്ടു. അവർ വൃദ്ധപ്രവാചകൻ വസിക്കുന്ന പട്ടണത്തിൽ ചെന്ന് വിവരമറിയിച്ചു. അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ ഇത് കേട്ട് പറഞ്ഞു, കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ച ദൈവപുരുഷൻ തന്നെ അവൻ. കർത്താവ് അരുളി ചെയ്തതുപോലെ അവനെ സിംഹത്തിന് വിട്ടുകൊടുക്കുകയും അത് അവനെ ചീന്തിക്കളയുകയും ചെയ്തു. അവൻ മക്കളോട് പറഞ്ഞു, കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ അങ്ങനെ ചെയ്തു. അവൻ ചെന്ന് ദൈവപുരുഷൻ്റെ ജഡം വഴിയിൽ കിടക്കുന്നതും അരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു. സിംഹം ജഡം ഭക്ഷിക്കുകയോ കഴുതയെ ആക്രമിക്കുകയോ ചെയ്തില്ല. ദുഃഖാചരണത്തിനും സംസ്കാരത്തിനുമായി വൃദ്ധപ്രവാചകൻ ജഡം കഴുതപ്പുറത്ത് വച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നു.
അവൻ തൻ്റെ സ്വന്തം കല്ലറയിൽ അവനെ സംസ്കരിച്ചു. അയ്യോ സഹോദര എന്ന് വിളിച്ച് അവർ വിലപിച്ചു. അനന്തരം അവൻ പുത്രന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ദൈവപുരുഷനെ അടക്കിയ കല്ലറയിൽ തന്നെ എന്നെയും സംസ്കരിക്കണം. എൻ്റെ അസ്ഥികൾ അവൻ്റെ അസ്ഥികൾക്കരികെ നിക്ഷേപിക്കുക. ബഥേലിലെ ബലിപീഠത്തിനും സമരിയായിലെ പട്ടണങ്ങളിലുമുള്ള പൂജാഗിരികൾക്കുമെതിരായി കർത്താവിൻ്റെ കൽപ്പന പോലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും സംഭവിക്കും. ജെറോബോവാം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു. ആഗ്രഹിച്ചവരെയൊക്കെ അവൻ പുരോഹിതന്മാരാക്കി. ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടത്തക്ക വിധം ജെറോബോവാമിൻ്റെ ഭവനത്തിന് ഇത് പാപമായി തീർന്നു. 1 രാജാക്കന്മാർ അധ്യായം 14. ജെറോബോവാമിന് ശിക്ഷ. അക്കാലത്ത് ജെറോബോവാമിൻ്റെ മകൻ അബിയ രോഗബാധിതനായി. ജെറോബോവാം ഭാര്യയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എൻ്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണമെന്ന് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട്. 10 അപ്പവും കുറെ അടയും 1 ഭരണി തേനുമായി നീ അവൻ്റെ അടുക്കൽ ചെല്ലുക. കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും. അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി. വാർദ്ധക്യ നിമിത്തം കണ്ണു മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല. ജെറോബോവാമിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്തു പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു. വേറൊരുവളായി ഭാവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത്. എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽ മെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു, ജെറോബോവാമിൻ്റെ ഭാര്യ, അകത്ത് വരൂ. നീ വേറൊരുവളായി നടിക്കുന്നതെന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. നീ ചെന്ന് ജെറോബോവാമിനോട് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നായകനാക്കി. ദാവീദിൻ്റെ ഭവനത്തിൽ നിന്നും രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു. നീയാകട്ടെ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എൻ്റെ ദാസൻ ദാവീദിനെ പോലെയല്ല. മാത്രമല്ല, നിൻ്റെ മുൻഗാമികളെക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു. നീ അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു. എന്നെ പുറന്തള്ളുകയും ചെയ്തു. ആകയാൽ ജെറോബോവാമിൻ്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും. ഇസ്രായേലിൽ ജെറോബോവാമിനുള്ള അടിമകളും സ്വതന്ത്രരുമായ പുരുഷന്മാരെയെല്ലാം ഞാൻ വിച്ഛേദിക്കും. ജെറോബോവാമിൻ്റെ കുടുംബത്തെ ചപ്പുചവറുകൾ എരിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കും. ജെറോബോവാമിൻ്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും വെളിംപ്രദേശത്ത് വെച്ച് മരിച്ചാൽ ആകാശത്തിലെ പറവകളും ഭക്ഷിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തത്. എഴുന്നേറ്റ് വീട്ടിൽ പോവുക. നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും. ഇസ്രായേൽ ജനം ദുഃഖമാചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും. ജെറോബോവാമിൻ്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ജെറോബോവാമിൻ്റെ സന്തതികളിൽ അവനെ മാത്രം അല്പം നന്മ കണ്ടു. കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും. അവൻ ജെറോബോവാമിൻ്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും. ഇസ്രായേൽ അശേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണാടുന്നത് പോലെ അവിടുന്ന് അവരെ അടിച്ച് ഉലയ്ക്കുകയും താൻ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ നല്ല ദേശത്ത് നിന്ന് അവരെ ഉന്മൂലനം ചെയ്ത് യൂഫ്രട്ടീസ് നദിക്കപ്പുറം ചിതറിച്ചു കളയുകയും ചെയ്യും. പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത ജെറോബോവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവടിയും. ജെറോബോവാമിൻ്റെ ഭാര്യ തിർസായിലേക്ക് മടങ്ങി. അവൾ കൊട്ടാരത്തിൻ്റെ പൂമുഖത്തെത്തിയപ്പോൾ കുട്ടി മരിച്ചു. കർത്താവ് തൻ്റെ ദാസനായ അഹിയ പ്രവാചകനിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ ജനം അവനെ സംസ്കരിച്ച് ദുഃഖമാചരിച്ചു. ജെറോബോവാമിൻ്റെ മരണം. ജെറോബോവാമിൻ്റെ യുദ്ധങ്ങളും ഭരണവും ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറോബോവാം 22 വർഷം രാജ്യം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. മകൻ നാദാബ് രാജാവായി. സോളമൻ്റെ മകൻ റഹോബോവാമാണ് യൂദായിൽ വാണിരുന്നത്. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സായിരുന്നു. കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുത്ത
ജെറുസലേം നഗരത്തിൽ അവൻ 17 വർഷം ഭരിച്ചു. അവൻ്റെ അമ്മ അമ്മോന്യ സ്ത്രീയായ നാമ ആയിരുന്നു. യൂദ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിലും അക്ഷേര പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു. ദേവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺവേശ്യ സമ്പ്രദായവും അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ആട്ടിയകറ്റിയ ജനതകളുടെ എല്ലാ മ്ലേച്ഛതകളിലും അവർ മുഴുകി. റെഹോബോവാമിൻ്റെ വാഴ്ചയുടെ 5-ാം വർഷം ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് ജെറുസലേമിനെ ആക്രമിച്ചു. ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികളും സോളമൻ നിർമ്മിച്ച സുവർണ പരിചകളും അവൻ കവർന്നെടുത്തു. എല്ലാം അവൻ കൊണ്ടുപോയി. റഹോബോവാം അവയ്ക്ക് പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരത്തിലെ കാവൽപ്പടത്തലവന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം അകമ്പടിക്കാർ അവ വഹിക്കുകയും പിന്നീട് കാവൽപുരയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു പോന്നു. റഹോബോവാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. റഹോബോവാമും ജെറോബോവാമും നിരന്തരം പൊരുതിക്കൊണ്ടിരുന്നു. റഹോബോവാം മരിച്ച് തൻ്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അമോന്യനായ നാമ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ്റെ മകൻ അബിയാം ഭരണമേറ്റു. 1 രാജാക്കന്മാർ അധ്യായം 15. അബിയാം നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ വാഴ്ചയുടെ 18-ാം വർഷം അബിയാം യൂദായിൽ ഭരണം ആരംഭിച്ചു. അവൻ 3 വർഷം ജെറുസലേമിൽ ഭരിച്ചു. അബ്സലോമിൻ്റെ മകൾ മാഖ ആയിരുന്നു അവൻ്റെ അമ്മ. പിതാവിൻ്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവീദിൻ്റേതുപോലെ ആയിരുന്നില്ല അവൻ്റെ ഹൃദയം. എങ്കിലും ദാവീദിനെ പ്രതി ദൈവമായ കർത്താവ് അബിയാമിനെ കിരീടാവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു. ദാവീദ് ഹിത്യനായ ഊറിയയുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു. അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അബിയാമും ജെറോബോവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു. അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവൻ്റെ മകൻ ആസ ഭരണമേറ്റു. ആസ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ വാഴ്ചയുടെ 20-ാം വർഷം ആസ യൂദായിൽ ഭരണം തുടങ്ങി. അവൻ ജെറുസലേമിൽ 41 കൊല്ലം ഭരിച്ചു. അവൻ്റെ പിതാമഹി അബ്സലോമിൻ്റെ മകൾ മാക്ക ആയിരുന്നു. ആസ പിതാവായ ദാവീദിനെ പോലെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർത്തിച്ചു. അവൻ നാട്ടിൽ നിന്ന് ദേവപ്രീതിക്കായുള്ള ആൺവേശ്യ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു. പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമ്മാർജ്ജനം ചെയ്തു. പിതാമഹിയായ മാഗ അഷേരായ്ക്ക് മ്ലേച്ഛ വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് കിദ്രോൻ അരുവിക്കരയിൽ ദഹിപ്പിച്ചു. എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. താനും തൻ്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു. ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. ഇസ്രായേൽ രാജാവായ ബാഷ യൂദാക്കെതിരെ പുറപ്പെട്ടു. യൂദാ രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു. ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന ഹെസിയോൻ്റെ പൗത്രനും തബ്രിമോൻ്റെ മകനുമായ ബെൻഹദാദ് എന്ന സിറിയൻ രാജാവിനെ കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നതുപോലെ നമുക്കും സഖ്യം ചെയ്യാം. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എൻ്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക. ആസ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബെൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു. അവർ നഫ്താലി ദേശത്തോടൊപ്പം ഇയോൻ, ദാൻ,
ആബേൽ, ബത്മാക്ക, കിന്നറോത്ത് എന്നിവ കീഴടക്കി. ഇതറിഞ്ഞ് ബാഷ റാമായുടെ നിർമ്മാണം നിർത്തിവെച്ച് തിർസായിൽ തന്നെ താമസിച്ചു. ആസ രാജാവ് ഒരു വിളംബരം മൂലം യൂദാ നിവാസികളെ വിളിച്ചുകൂട്ടി. ആരെയും ഒഴിവാക്കിയില്ല. റാമ പണിയാൻ ബാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു. ആസ രാജാവ് ഇവ കൊണ്ട് ബെഞ്ചമിനിലെ ഗേബായും മിസ്പായും നിർമ്മിച്ചു. ആസയുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വാർദ്ധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപെട്ടു. അവനും പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ മകൻ യഹോഷാഫാത്ത് ഭരണമേറ്റു. ഇസ്രായേൽ രാജാക്കന്മാർ. നാദാബ്. ജെറോബോവാമിൻ്റെ മകൻ നാദാബ് യൂദാ രാജാവായ ആസായുടെ 2-ാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണമാരംഭിച്ചു. അവൻ 2 കൊല്ലം വാണു. തൻ്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി. നാദാബും ഇസ്രായേലും ഫിലിസ്തീൻ നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ബാഷ അവനെ വധിച്ചു. അങ്ങനെ യൂദാ രാജാവായ ആസായുടെ 3-ാം വർഷം ബാഷ നാദാബിനെ കൊന്ന് തൽസ്ഥാനത്ത് വാണു. രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോവാമിൻ്റെ വംശം മുഴുവൻ നശിപ്പിച്ചു. കർത്താവ് തൻ്റെ ദാസനും ഷീലോന്യനുമായ അഹിയ വഴി അരുളി ചെയ്തിരുന്നത് പോലെ അവൻ്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല. ജെറോബോവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത്. നാദാബിനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. ബാഷ യൂദാ രാജാവായ ആസായുടെ 3-ാം ഭരണവർഷം അഹിയായുടെ മകൻ ബാഷ ഭരണമേറ്റു. അവൻ 24 വർഷം ഇസ്രായേൽ രാജാവായി തിർസായിൽ വാണു. അവനും കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ജെറോബോവാമിൻ്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച അവൻ്റെ പാപങ്ങളിലും ബാഷ വ്യാപരിച്ചു. 1 രാജാക്കന്മാർ അധ്യായം 16. ഹനാനിയുടെ മകൻ യേഹു വഴി കർത്താവ് ബാഷയ്ക്കെതിരെ അരുളി ചെയ്തു. ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിനെ രാജാവാക്കി. എന്നാൽ നീ ജെറോബോവാമിൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഞാൻ ബാഷായെയും അവൻ്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും. നിന്റെ ഭവനം നെബോരത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ ഭവനം പോലെയാക്കും. പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ബാഷാ വംശജരെ നായ്ക്കൾ ഭക്ഷിക്കും. വയലിൽ വച്ച് മരിക്കുന്നവരെ ആകാശപ്പറവകളും. ബാഷായുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ബാഷായും പിതാക്കന്മാരോട് ചേർന്നു തിർസായിൽ സംസ്കരിക്കപ്പെട്ടു. അവൻ്റെ മകൻ ഏല ഭരണമേറ്റു. ജെറോബോവാമിൻ്റെ ഭവനത്തെ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹനാനിയുടെ മകനായ യേഹു പ്രവാചകൻ വഴി കർത്താവ് ബാഷായ്ക്കും അവൻ്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത്. ഏല യൂദാ രാജാവായ ആസായുടെ 26-ാം ഭരണവർഷം ബാഷായുടെ മകൻ ഏല ഇസ്രായേലിൻ്റെ രാജാവായി തിർസായിൽ ഭരണം തുടങ്ങി. അവൻ 2 വർഷം വാണു. എന്നാൽ അവൻ്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമ്രി അവനെതിരെ ഗൂഢാലോചന നടത്തി. തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ച് മത്തനായി കിടക്കുകയായിരുന്നു. സിമ്രി അകത്ത് കടന്ന് അവനെ വധിച്ചു. അവൻ രാജാവായി. യൂദാ രാജാവായ ആസായുടെ 27-ാം ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത്. രാജാവായ ഉടനെ അവൻ ബാഷാ ഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി. ബാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല. യേഹു പ്രവാചകൻ വഴി ബാഷായ്ക്കെതിരെ കർത്താവ് അരുളി ചെയ്തതുപോലെ അവൻ്റെ വംശത്തെ മുഴുവൻ സിമ്രി നശിപ്പിച്ചു. വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിപ്പിച്ചും ബാഷായും മകൻ ഏലായും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ
പ്രകോപിപ്പിച്ചത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഏലായെ പറ്റിയുള്ള മറ്റ് വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സിമ്രി, യൂദ രാജാവ് ആസായുടെ 27-ാം ഭരണവർഷം സിമ്രി തിർസായിൽ 7 ദിവസം ഭരിച്ചു. ഇസ്രായേൽ സൈന്യം ഫിലിസ്തീയ നഗരമായ ഗിബത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു. രാജാവിനെതിരെ സിമ്രി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവ് കിട്ടി. അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓമ്രിയെ രാജാവാക്കി. ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട് തിർസ വളഞ്ഞു. പട്ടണം പിടിക്കപ്പെട്ടുവെന്ന് കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിൻ്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ജെറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്ത കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവനത് സംഭവിച്ചത്. സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓമ്രി ഇസ്രായേൽ ജനം ഇരുചേരികളിലായി പിരിഞ്ഞ് ഗിനാത്തിൻ്റെ മകൻ തിബ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവൻ്റെ പക്ഷത്തും മറുവിഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു. ഓമ്രി പക്ഷം ഗിനാത്തിൻ്റെ മകൻ തിബ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു. തിബ്നി മരിക്കുകയും ഓമ്രി രാജാവാകുകയും ചെയ്തു. യൂദ രാജാവായ ആസായുടെ 31-ാം ഭരണവർഷം ഓമ്രി ഇസ്രായേലിൽ രാജാവായി. 12 വർഷം അവൻ ഭരിച്ചു. 6 വർഷം തിർസായിലാണ് വാണത്. 2 താലന്ത് വെള്ളിക്ക് അവൻ ഷെമോറിൻ്റെ കയ്യിൽ നിന്ന് സമരിയ മല വാങ്ങി ചുറ്റും കോട്ട കെട്ടി പട്ടണം നിർമ്മിച്ചു. പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷെമോറിൻ്റെ നാമം ആസ്പദമാക്കി സമരിയ എന്ന് പേരിട്ടു. ഓമ്രി കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. മുൻഗാമികളെക്കാളേറെ തിന്മയിൽ മുഴുകി. അവൻ നെബോത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിപ്പിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓമ്രി പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആഹാബ് ഭരണമേറ്റു. ആഹാബ് യൂദ രാജാവായ ആസായുടെ 38-ാം ഭരണവർഷമാണ് ഓമ്രിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായത്. അവൻ 22 വർഷം ഭരിച്ചു. ഓമ്രിയുടെ മകൻ ആഹാബ് തൻ്റെ മുൻഗാമികളെക്കാളധികം കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ എത്ബാലിൻ്റെ മകൾ ജസബലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു. സമരിയായിൽ താൻ പണിയിച്ച ബാൽ ക്ഷേത്രത്തിൽ ബാലിന് അവൻ ഒരു ബലിപീഠം സ്ഥാപിച്ചു. അവൻ ഒരു അക്ഷേര പ്രതിഷ്ഠയുമുണ്ടാക്കി. തൻ്റെ മുൻഗാമികളെക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവൻ്റെ കാലത്ത് ബഥേലിലെ ഹിയേൽ ജെറീക്കോ പണിയിച്ചു. നൂനിൻ്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് മൂത്ത മകൻ അബിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു.